പ്ലീഡർ നിയമനത്തിൽ കെഎസ്യുവിനെ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജിയോണ ജെയിംസ് പ്ലീഡറായി തുടരും. പട്ടികയിൽ ഇനി മാറ്റമില്ല എന്നും മുഖ്യമന്ത്രി കെഎസ്യു നേതാക്കളെ അറിയിച്ചു. പരസ്യ പ്രതികരണം നടത്തി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ താക്കീത്. അതേസമയം മുഖ്യമന്ത്രിയോട് ആശങ്കകൾ അറിയിച്ചുവെന്നും ഇനി സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു. പ്ലീഡർ നിയമന വിവാദത്തിൽ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയ കെഎസ്യു നേതാക്കളെ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചു. ജിയോണ ജെയിംസ് പ്ലീഡർ പദവിയിൽ തുടരും. പട്ടികയിൽ ഇനി മാറ്റമില്ല എന്നും മുഖ്യമന്ത്രി കെഎസ്യു നേതാക്കളെ അറിയിച്ചു. പരസ്യപ്രതികരണം നടത്തി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കരുതെന്ന് മുഖ്യമന്ത്രി നേതാക്കൾക്ക് താക്കീത് നൽകിയെന്നാണ് വിവരം. സർക്കാർ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ട് എങ്കിൽ പാർട്ടി ഫോറങ്ങളിലാണ് അഭിപ്രായം അറിയിക്കേണ്ടത്. മാധ്യമങ്ങളിൽ പരസ്യപ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രി നേതാക്കളോട് പറഞ്ഞു. അതേസമയം ചർച്ചയിൽ ജിയോണ ജെയിംസിനെ ഒഴിവാക്കണമെന്ന് കെഎസ്യു നേതാക്കൾ ആവശ്യപ്പെട്ടു. ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ആളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് SFI ആണ്. ആ കുട്ടി ലോ കോളേജിൽ SFIക്കാരിയായിരുന്നു. അതിനുശേഷവും ഇത്തരത്തിലുള്ള ഇടതുപക്ഷ അനുകൂല രീതിയിലേക്കാണ് അവർ നിന്നത് എന്ന ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള സംഘടന ഞങ്ങൾ മുൻപ് ഉയർത്തി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് കെഎസ്യുവിൻ്റെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഇത്രയും നേരം പറഞ്ഞ സംഭാഷണങ്ങളുടെ എല്ലാം ആകത്തുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർ അതിൽ ഉചിതമായി കെഎസ്യുവിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ ഇന്നതാകും എന്ന് കരുതിക്കൊണ്ട് അതിനൊരു മറുപടി നമ്മളിപ്പോൾ പറയുന്നതിൽ പ്രസക്തിയില്ലല്ലോ. തൃപ്തിയില്ല എന്ന് ഞാൻ പറഞ്ഞോ? എൻ്റെ വരികൾക്കിടയിൽ എവിടെയെങ്കിലും തൃപ്തിയില്ല എന്ന് പറഞ്ഞോ? വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്കെത്തിയ കെഎസ്യു നേതാക്കൾ നിരാശയോടെയാണ് മടങ്ങിയത്. പരസ്യമായി നേതാക്കൾ ഇത് സമ്മതിക്കുന്നില്ല എങ്കിലും ആവശ്യങ്ങൾ തള്ളിയതിൽ കെഎസ്യുവിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇക്കാര്യം KPCC നേതൃത്വത്തെ കെഎസ്യു നേതാക്കൾ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നടപടികളിൽ വിയോജിപ്പുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും കെഎസ്യു തേടുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.